ഡിയർ പാരൻസ്, എല്ലാവരും സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ തിരക്കിലായിരിക്കുമെന്നറിയാം. സ്കൂൾ റീ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മൾക്കറിയാം, ഈ ഇത്രയും ദിവസത്തെ 2 മാസത്തോളമായിട്ടുള്ള ഒരു വേനൽ അവധി കാലത്തിന് ശേഷം പെട്ടെന്ന് സ്കൂൾ തുറക്കുകയായി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും പേരൻസിനും പലതരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അതായത് അതൊരു ട്രാൻസിഷൻ പീരീഡാണ്. നമ്മുടെ റൂട്ടീനിൽ വ്യത്യാസങ്ങൾ വരും, നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ വ്യത്യാസങ്ങൾ വരും. കുട്ടികളുടെ ആണെങ്കിലും പേരൻസിൻ്റെ ആണെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളിങ്ങിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് ഒരു 1 or 2 weeks ബിഫോർ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണത് നന്നായിരിക്കും. അതായത് അവർക്ക് സ്കൂൾ ടൈമിങ്ങിന്, അതായത് എപ്പോഴാണ് ബസ് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത്, അതിന് മുൻപായിട്ട്, അതായത് ആ ഒരു സമയം നമ്മൾ വെച്ചിട്ട് ആ സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കാനും ഫ്രഷ് ആക്കാനും ഫുഡ് കൊടുക്കാനും അതിനുശേഷം കുറച്ച് സമയം എന്തെങ്കിലും സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും കളറിങ്ങോ അല്ലെങ്കിൽ ഒരു പെൻസിൽ ഗ്രിപ്പിംഗ് ശരിയാവാനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കൊടുത്ത് ആ ഒരു സ്കൂൾ റുട്ടീനുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റായി വരാനായിട്ട് ഉള്ള ഒരു സമയം നമ്മളൊരു 1 week ബിഫോർ കൊടുക്കണം. ഇനി നമ്മൾ സ്കൂള് തുറന്നതിന് ശേഷം തന്നെയാണെങ്കിലും ഇപ്പം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആങ്സൈറ്റിയും ഒരു ഫിയറും അല്ലെങ്കിൽ ഒരു ടാൻഡ്രംസ് ഒക്കെ അവർ കാണിച്ചെന്നിരിക്കും. അത് ഭയങ്കര നോർമലാണ്. അത് കാണുമ്പോൾ നമ്മൾ അങ്ങനെ പാനിക് ആകേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവരുടെ ആ ഇമോഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അതായത് ഇറ്റ്സ് ഓക്കെ ടു ബി ലൈക്ക് അൺഹാപ്പി. ഇതൊക്കെ നോർമലാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്കറിയാം, തുടക്കത്തിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, നമ്മൾ അക്കാഡമിക്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ തുടക്കത്തിൽ നമ്മളൊരു സോഷ്യൽ ഇൻട്രാക്ഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് എങ്ങനെ കുട്ടികൾ പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്കാഡമിക്സിലേക്ക് വരുന്നത്. അപ്പം അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള ഡിഫിക്കൾട്ടീസ് ചിലപ്പോൾ കുട്ടികൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റൈറ്റിംഗ് ആണ് ഇപ്പം അധികം കുട്ടികൾക്കുള്ള പ്രശ്നം ഈ റൈറ്റിങ്ങിലുള്ള ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ റൈറ്റിംഗ് എന്തുകൊണ്ട് കുട്ടി എഴുതുന്നില്ല അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസേൺ ഒക്കെ ആയിട്ടായിരിക്കും കൂടുതലും പേരൻസിന് ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എഴുതുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ട്, അല്ലെങ്കിൽ പെൻസിൽ പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയും സമയം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. ഇപ്പോൾ റീഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ ലെറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, നെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സൗണ്ട്സ് മനസ്സിലാവുന്നില്ല. അതിനെ ചേർത്ത് വെച്ച് ബ്ലെൻഡ് ചെയ്ത്, ഇപ്പോൾ ആറ്റ് എന്ന് പറയുന്ന ആ ഒരു ബാറ്റ് എന്നുള്ളൊരു വേർഡ് ബ്ലെൻഡ് ചെയ്ത് പറയാനായിട്ട് ഡിഫിക്കൽട്ടി. ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസൊക്കെ കാണിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ഒരു 1 or 2 months നമുക്കൊന്ന് നോക്കിയിട്ട്, എന്നിട്ടും നമ്മൾ ട്രെയിനിങ് ഒക്കെ വീട്ടിൽ കൊടുത്തിട്ടും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് പ്രോപ്പറായിട്ട് തെറാപ്പീസ് ഉണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റൽ തെറപ്പി സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് ഇത് അസസ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാകും, ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഉണ്ടാകും, ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാകും, ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റുകൾ ഉണ്ടാകും. ഇവരുടെ എല്ലാവരുടെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഡിഫിക്കൽട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി വൺസ് നമ്മൾ അസസ് ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു തെറപ്പിക്ക് പോകണം. അപ്പം അതായത് കുട്ടിയുടെ ഏജ് ആഡ്ക്വേറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളൊരു ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ട്രെയിനിങ്സ് കൊടുത്ത് നമ്മൾക്ക് കുട്ടിയുടെ ആ ഏജ് ആഡ്ക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ആ ലെവലിലേക്ക് എത്തിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ തെറപ്പിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി. അത് ചില കുട്ടികൾക്ക് സംസാരിക്കുന്നതിൽ ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വാക്കുകൾ ചേർത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്പീച്ച് ഇല്ലാത്തവർക്കും നമുക്ക് ഇതുപോലെയുള്ള തെറപ്പി കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സിലേക്ക് പോയി നമ്മൾ എത്രയും പെട്ടെന്ന് തെറാപ്പി എടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. കാരണം നമുക്കറിയാം ഈ ബ്രെയിനിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഏറ്റവും യങ്ങർ ഏജിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ കണക്ഷൻസ് ഒക്കെ വർദ്ധിപ്പിച്ച് ന്യൂറോൾ നെറ്റ്വർക്ക്സ് ഒക്കെ വർദ്ധിപ്പിച്ച് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എടുക്കാൻ സാധിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.